എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് പടവലങ്ങ കൊണ്ട് നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ പടവലങ്ങ നമ്മുടെ കുഞ്ഞടുക്കള തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടോ, ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ പടവലങ്ങയ്ക്ക് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അതങ്ങ് താഴ്ത്ത് മുട്ടി വന്നു കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ അതിനെ എടുത്തിട്ട് ആ വള്ളിയൊക്കെ ശരിപ്പെടുത്തി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ എന്താ പോയി പറിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ സൈഡ് ഉണ്ടല്ലോ, ഇതാ കണ്ട അറ്റത്ത് താഴെ മുട്ടിയിട്ടാന്ന് തോന്നുന്നു കുറച്ചൊന്ന് ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ തോരൻ വയ്ക്കുന്നുണ്ട് കേട്ടോ, പകുതി എടുക്കുന്നുള്ളൂ കറി ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. സാധാരണ നമ്മളെല്ലാവരും വയ്ക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് വയ്ക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഒരു വെള്ള കളറിലുള്ള ഒരു ഇതുണ്ട്, അതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴുകിയിട്ടാണ് എടുത്തത്, എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ നമ്മുടെ ഈ പടവലങ്ങ. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം മഗ്നീഷ്യം, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഷുഗർ, പ്രഷറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ഫൈബർ കണ്ടൻറ്റും ഉണ്ട് നമ്മുടെ ഈ പടവലങ്ങയ്ക്കകത്ത്. അപ്പോൾ പടവലങ്ങ അത്ര നിസ്സാരക്കാരനല്ല. തോരൻ വെച്ചും കറി വെച്ചും ഒക്കെ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പം ഒന്നും കൂടി നല്ലതായിരിക്കും. വിഷരഹിതമായിട്ടുള്ളത് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും സമയം കിട്ടണ പോലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതിപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് അത്രയും ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കുക. ഇത് കുറച്ച് നേരം വയ്ക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ ആ പടവലങ്ങയ്ക്ക് ഈ എരിവൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അതിനുശേഷം ഈ കറി ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പം ഒരുപാടങ്ങ് ഫ്രൈ ആക്കിയൊന്നും എടുക്കണ്ട കേട്ടോ. നമ്മൾ തീയലിനൊക്കെ എടുക്കുന്ന പോലെ അത്രയ്ക്കൊന്നും ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി പടവലങ്ങ കിട്ടുമ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കാത്തവർ നല്ല ടേസ്റ്റാണ്. കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. 5 or 6 ചെറിയുള്ളി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. തീയലുണ്ടാക്കുന്ന അത്രയൊന്നും സമയമൊന്നും വേണ്ട ഇതിന്. കുറച്ച് മല്ലിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മല്ലി ഉണ്ടെങ്കിൽ മല്ലി എടുത്തോളൂ കേട്ടോ. നമ്മുടെ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല, അത് സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം മുളക് പൊടി. അപ്പം മുളക് പൊടി നമ്മൾ പടവലങ്ങയിൽ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇപ്പോഴും ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ മൊത്തം 1.5 ടീസ്പൂൺ വന്നിട്ടുണ്ട് മുളക് പൊടി. അപ്പോൾ ഇത്രയും നമ്മൾക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി നന്നായിട്ട് ആറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട, ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. നമ്മൾക്കൊന്ന് ഒരു ഷാലോ ഫ്രൈ ഉണ്ടല്ലോ, അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ പടവലങ്ങ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഡയറക്റ്റ് അങ്ങ് വേവിച്ചെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ കറി തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. അതൊന്ന് കഴിച്ചു നോക്കണം നിങ്ങൾ. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ ചെറിയ തീയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ചൊന്നും വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു വലിപ്പമുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത്ര പുളിയില്ല കേട്ടോ തക്കാളിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഒരു വലിപ്പമുള്ള തക്കാളി എടുത്തത്. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇനി ഇതിനെ കുറച്ച് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കണ്ട. ഈ പടവലങ്ങയിലും തക്കാളിയിലും ഒക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളം ചേർക്കാതെ തന്നെ ഇതാ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതാ കുറച്ച് വാളംപുളിയാണ്. ഇപ്പോൾ വാളംപുളി സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും എടുക്കണം. തക്കാളിക്ക് പുളി ഉണ്ടെങ്കിലും വാളംപുളി എടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്കിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നേരം ഒന്ന് കുതിർന്നിട്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ വേവിക്കാൻ വെച്ചതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. പക്ഷെ അത് കണ്ടില്ലേ, നമ്മുടെ പടവലങ്ങയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒക്കെ കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ അടച്ചു വെച്ചുകൊണ്ടാണ് ആവി വെള്ളമൊക്കെ ആ ചട്ടിയുടെ മുകളിലേക്കൊക്കെ വീണിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. ഞാൻ എന്താ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്നാവും. കാരണം നമ്മൾ പടവലങ്ങയും തക്കാളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, അത്യാവശ്യം പിന്നെ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ. വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ആ പുളി പിഴിഞ്ഞ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്താലും പുളി ചേർക്കണം കേട്ടോ. ഈ പുളിരസം നമ്മുടെ ഈ കറിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. വാളംപുളി എന്തായാലും ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട, ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു പുളിയും കൂടെ നമ്മുടെ പടവലങ്ങയിലേക്കും തക്കാളിയിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാതിരിക്കുക, നല്ല കട്ടയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വെള്ളം ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം അരപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് കട്ടിയിട്ടല്ല നമ്മൾ ഈ കറി എടുക്കുന്നത്. ഒരു ഒഴിച്ച് കറിയാണ്. ഊണ് കഴിക്കുമ്പോഴേക്ക് അതിനകത്തേക്കൊന്ന് ഒഴിച്ച് കഴിക്കാനായിട്ടാണ്. അപ്പം ഞാൻ എന്താ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ലൂസാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം. അരപ്പ് ചേർത്തതല്ലേ, അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറണം. ഇതാ ഞാനൊരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തുറന്നു നോക്കി, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. കാരണം പടവലങ്ങ നമ്മൾ തീയലൊക്കെ വെക്കും. തീയൽ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് എളുപ്പനേ നമുക്കെടുക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് കറിയുടെ മുകളിലേക്ക് ഒന്ന് വറുത്തിടുക. ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടൻ പടവലങ്ങ ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.